ഹായ് ഹലോ അസ്സാം വലൈക്കും. ഞാൻ ഷബാന. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായി സന്തോഷമായിട്ടിരിക്കുന്നു. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് മീഷോന്ന് വാങ്ങിയ കുറച്ച് കോട്ടൺ അനാർക്കലി സെറ്റും കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഓരോന്നോരോന്ന് കാണിച്ചത്. കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായി എന്ന് പറഞ്ഞ്, അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടപ്പോൾ. ഈ വീഡിയോ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ പോയി കണ്ടു നോക്കുക. അത് ഡെയിലി വെയറിന് പറ്റിയ കോട്ടൺ കുർത്തി സെറ്റുകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ അതിൽ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അത് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ചെയ്യോ, അത് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ 3 ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ വാഷ് ചെയ്യുമ്പോൾ കളർ അത്യാവശ്യം പോകുന്നുണ്ട്. പക്ഷെ എന്നാലും അത് അങ്ങനെ പഴയ ആയതുപോലെ തോന്നുന്നില്ല കേട്ടോ. പിന്നെ ക്ലോത്ത് ചുരുങ്ങണമെന്നൊന്നുമില്ല. പിന്നെ അതിൽ 2-3 എന്റെ കസിൻസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരത് യൂസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയാനുള്ള വെച്ചാല് ഞാൻ അതിൽ വാങ്ങിയ ഒരു പിങ്ക് കളർ ഉണ്ട്. ഒരു ലാസ്റ്റുമായിട്ട് ഫുൾ പിങ്ക് കളർ വരും. പിങ്ക് അല്ല, ഒരു പീച്ച് ഷെയ്ഡ് വരുന്ന ഒരു ചുരിദാർ സെറ്റ് ഉണ്ട്. അത് ഞാൻ രണ്ടാമത് പിന്നെയും വേറെ ആൾക്ക് വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വന്നപ്പോ ഞാൻ വാങ്ങിയതായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു കളറാണ് വന്നത്. വേറൊരു പിങ്ക് ആണ് അതിൽ വന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം കൂടി അതിലുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ വാങ്ങുമ്പോൾ എന്താവും എനിക്കറിയില്ല. ഞാൻ വാങ്ങിയതിന് വലിയ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. പിന്നെ അത് ഡീറ്റെയിൽ ആയി ചേർത്തുന്ന വെച്ചാല് അതിനുള്ളൊരു സ്കോപ്പ് ഉണ്ട് തോന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ചേർത്ത് അത് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ 300, 350, 360 ആ റേഞ്ചല്ലേ ഉള്ളൂ. അപ്പൊ അതിന് വെച്ച് നോക്കുമ്പോ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത്ര തന്നെ ഉള്ളൂ. ഇന്ന് വന്നിട്ടുള്ളത് കോട്ടൺ അനാർക്കലി സെറ്റും കൊണ്ടാണ്. കുറച്ച് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും കോളേജ് വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് അത്യാവശ്യം നല്ല അടിപൊളി ഒരു അനാർക്കലി സെറ്റ് കൊണ്ട് വന്നിട്ടുള്ളത്. ഞാൻ ഓരോന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പോൾ ഞാൻ വാങ്ങി നോക്കിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോണത്. എല്ലാം ഞാൻ പറഞ്ഞത് കോട്ടൺ റയോൺ ആ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇതൊരു നല്ലൊരു ബ്ലൂ കളറിൽ വരുന്ന ഒരു അനാർക്കലി സെറ്റ് ആണ്. നല്ല ഭംഗിയുണ്ട് കാണുന്ന. ഭയങ്കര വലിയ ഫ്ലെയർ ആയിട്ടൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു ഫ്ലെയറിൽ വരുന്ന ഒരു അനാർക്കലി സെറ്റ് ആണ് ഇത്. കണ്ടത് അങ്ങനെ ടോപ്പ് വരുന്നത്. ഒരു നല്ല ഒരു ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വരുന്നത് കേട്ടോ. പിന്നെ ഇതില് ഇങ്ങനെ പിന്നെ ഇങ്ങനെ നെക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു വി നെക്ക് പോലുള്ള നെക്കാണ്. ഞാൻ ഓർഡർ ചെയ്ത സൈസ് വന്നിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ വാങ്ങിയത് കൊടുത്തത് ലാർജ് ആയിരുന്നു. പക്ഷെ എനിക്ക് അതിൽ കിട്ടിയപ്പോൾ മീഡിയം ആണ്. മീഡിയം എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് ഫിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഡ്രസ്സുകളൊക്കെ ലൂസിലിടാനാണ് ഇഷ്ടം. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് ടൈറ്റ് ആണ്. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാന്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു ഒതുക്കുള്ള ഒരു ഡ്രസ്സാണ് ഇത് കേട്ടോ. അത്യാവശ്യം ഫ്ലെയർ ഇടുന്ന, വലിയ ഫ്ലെയർ ആയിട്ട് ഇല്ലാനും എല്ലാം പാകത്തിന് ഒത്തൊരു ഡ്രസ്സാണ്. പിന്നെ ഇതിന്റെ പാന്റ് വന്നിട്ട് ഒരു നേവി ബ്ലൂ പാന്റ് ആണ് കേട്ടോ. ഇതിൽ എനിക്ക് എത്രത്തോളം ഇതിന്റെ കളർ മനസ്സിലാവും എനിക്കറിയില്ല. പക്ഷെ ഇത് നേവി ബ്ലൂ ആണ് പാന്റ്. ഒരു മിനി പലാസോ ആണ് വരുന്നത്. പിന്നെ ഇതിന് എടുത്ത് പറയാനുള്ള പ്രശ്നം എന്ന് വെച്ചാല് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇങ്ങനെ കണ്ടപ്പോ ഇങ്ങനെ സൂപ്പറാണ്, നല്ല രസമുണ്ടല്ലൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഷോളൊക്കെ ഇങ്ങനെ തുറന്നു നോക്കിയപ്പോഴാണ് ഷോളിൽ ഇങ്ങനെ ഒരു സംഭവം കണ്ടത്. നല്ലൊരു ഇങ്ങനെ കീറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ പിന്നി കീറിയ പോലെ, എവിടെയും കൊളത്തി വലിച്ച കീറിയ പോലെ സംഭവമായിട്ടുണ്ട്. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പൊ എന്തായാലും ഇത് എക്സ്ചേഞ്ചിന് കൊടുക്കും, അല്ലെങ്കിൽ റിട്ടേൺ കൊടുത്തിട്ട് ഒന്നും നല്ലത് മേടിക്കാൻ വിചാരിക്കുന്നുണ്ട്. ഷോളും അത്യാവശ്യം നല്ല നീളും വീതിയൊക്കെ ഉള്ള ഷോളാണ്. പക്ഷെ ഇത് കണ്ടപ്പോ നമ്മള് വാങ്ങിയ ഡ്രസ്സ് ആരും ഇങ്ങനെ കീറിയതായിട്ട് ഉപയോഗിക്കാൻ ആർക്കും ഇഷ്ടമുണ്ടാവില്ലല്ലോ. അപ്പോ 50 രൂപ വാങ്ങിയല്ലേ. അപ്പോ ഇത് റിട്ടേൺ ചെയ്യണം, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് അടിക്കണം. നോക്കട്ടെ എന്തെങ്കിലും ഒന്ന് ചെയ്യുണ്ടാവും. പിന്നെ ഷോളും ഇങ്ങനെ ഒരു ബ്ലൂ, അങ്ങനെ കുറച്ച് നമ്മള് എന്താ പറയാ ഡോട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പ്രിന്റുകളെ വരുന്നത്. നല്ല ഭംഗിയുണ്ട്. ഷോളും പിന്നെ തലയിലിട്ടല്ല അങ്ങനെ നല്ല നല്ല ഒതുക്കുള്ള ഷാളാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി ഇത്. ഈ ടോപ്പും ഒക്കെ ഞാൻ പറഞ്ഞില്ല, നല്ലൊരു ഒതുക്കുള്ള ഒരു ചുരിദാർ സെറ്റാണിത്. പിന്നെ നമുക്ക് ഓഫീസ് വെയർ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ വേറെ എന്തെങ്കിലും നമുക്ക് കോളേജ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അനാർക്കലി സെറ്റാണ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 690 രൂപയാണ് കേട്ടോ ആയിട്ടുള്ളത്. പിന്നെ ഇത് XXL വരെ സൈസ് ഉണ്ട്. ഞാൻ ലാർജ് ആണ് ഓർഡർ ചെയ്തത്, എനിക്ക് മീഡിയ കിട്ടിയത് കേട്ടോ. വേറെ കാര്യം. പിന്നെ ഇതില് കൊടുത്തിട്ടുള്ളത് റയോൺ മെറ്റീരിയൽ ആണ്. പക്ഷെ എനിക്ക് റയോൺ ആയിട്ടല്ല, കുറച്ചൊരു കോട്ടൺ ആയിട്ട് എനിക്ക് തോന്നുന്നു. സോഫ്റ്റ് കോട്ടൺ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇതും ഫസ്റ്റ് വാഷ് കഴിഞ്ഞാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് ചുരുങ്ങാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ കുറച്ച്, അതായത് ലാർജ് എടുക്കുന്ന ഒരു XL എടുക്കുക. അങ്ങനെ എടുക്കാവും കുറച്ചുകൂടി നല്ലത് തോന്നുന്നു. എനിക്കറിയില്ല,
എന്തായാലും ഇതിന്റെ കാര്യം തീരുമാനമാക്കിയിട്ട് ഇട്ടിട്ട് ഞാൻ പറയാട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള ചുരിദാർ കേട്ടോ, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ എനിക്ക് കിട്ടിയ പോലെ ആവില്ലല്ലോ നിങ്ങൾക്ക് ഷോളൊക്കെ വാങ്ങുമ്പോൾ, നല്ലതാവാം, എനിക്ക് എല്ലാവർക്കും ഒരേമാതിരി ആവണമെന്നില്ല. അപ്പോൾ അതാണ് ഫസ്റ്റ് ഡ്രസ്സ്. 690 രൂപ. ഞാൻ ഓർഡർ ചെയ്തത് ലാർജ് ആണ്, കിട്ടിയത് മീഡിയം ആണ്. നിങ്ങൾക്ക് അടുത്ത് കാണാം. ഈ ഡ്രസ്സ് ഞാൻ ഫോട്ടോയിൽ കണ്ട അത്ര ഇഷ്ടമായിട്ടില്ല എടുക്കും, നേരിട്ട് കാണാൻ അതിന്റെ അത്ര ഒരു ഭംഗി എനിക്ക് തോന്നിയിട്ടില്ല കയ്യിൽ കിട്ടിയപ്പോൾ. ഇതും എല്ലാം പറഞ്ഞല്ലോ, എല്ലാം കോട്ടൺ നർക്കിൽ സെറ്റ് ആണ്. അപ്പൊ എങ്ങനെ പിന്നെ കോട്ടൺ എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഇത് അതേപോലെ തന്നെ മെറ്റീരിയൽ കോട്ടൺ ആണ്. ഇത് പ്യുവർ കോട്ടൺ ആയിട്ട് പറയാൻ പറ്റൂല, ഒരു മിക്സ്ഡ് കോട്ടൺ ബ്ലെൻഡ് ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു ഓരോരു ടൈപ്പ് ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു കോട്ടൺ ആണ് കേട്ടോ. ഇത് നമ്മുടെ മറ്റേ ആലിയ കട്ട് വരുന്ന ഒരു അനാർക്കലി സെറ്റ് ആണ് കേട്ടോ. ആ ഫോട്ടോയിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് അതിന്. പക്ഷെ ആ ഒരു ഭംഗിയും ആ ഒരു ഒതുക്കൊന്നും എനിക്ക് നേരിട്ട് കാണുമ്പോൾ തോന്നിയിട്ടില്ല കേട്ടോ. പ്രിന്റ് ഒക്കെ സെയിം തന്നെയാണ്, അതിന് കണ്ട പോലെ തന്നെ ബ്ലൂ ആണ്, പിന്നെ എല്ലാം എല്ലാ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെയാണ്. പക്ഷെ എന്തോ നേരിട്ട് കാണാൻ എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല. ഇതാണ് ഞാൻ നല്ല ഒരു വൈറ്റില് ഒരു ലൈറ്റ് ബ്ലൂ, നമ്മളെ ഒരു ആകാശ നീല എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ പ്രിന്റ് വരുന്ന ഒരു ഡ്രസ്സാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, പക്ഷെ എന്തോ എനിക്ക് വലിയൊരു ഇഷ്ടമായിട്ടില്ല കേട്ടോ. ഇതങ്ങനെ ഒരു വീനെക്കാണ് വരുന്നത്. ആ നെക്കിൽ ഇങ്ങനെ ചെറിയൊരു ഡീറ്റെയിലിങ് കാര്യങ്ങൾ, ഒരു സ്വീക്വൻസ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ലീവ് 3/4 സ്ലീവ് ആണ്. അത്യാവശ്യം നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കുന്ന ഒരു ടോപ്പാണ്. പിന്നെ ഇതിന്റെ പാന്റ് വരികയാണെങ്കിൽ ചെറിയൊരു വൈറ്റ് ആൻഡ് ബ്ലൂവിൽ വരുന്ന പോൾക്ക ഡോട്ടിൽ വരുന്ന ഒരു പാന്റാണ്. അതും മിനി പലാസോ തന്നെയാണ് കേട്ടോ. എനിക്ക് പൊതുവെ ഇങ്ങനെ അനാർക്കലി സെറ്റ് ഒക്കെ ഇടുമ്പോൾ ഒന്നില്ലെങ്കിൽ പെൻസിൽ പാന്റ് അല്ലെങ്കിൽ ഒരു നമ്മുടെ പണ്ടത്തെ ചുരി ടൈപ്പ് പാന്റ് ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ഇടാൻ എനിക്ക് ഇഷ്ടം. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ ആക്കേണ്ടി വരും. പക്ഷെ ഇത് എനിക്ക് വലിയ ഇഷ്ടമല്ല, റിട്ടേൺ കൊടുക്കാവും മിക്കവാറും. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ പാന്റിന്റെ താഴ്ഭാഗത്ത് നമ്മുടെ നെക്കിൽ കണ്ട വർക്കില്ലേ, അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഷോള് സൂപ്പർ കേട്ടോ. ഷോൾ നല്ല ഒതുങ്ങി നിൽക്കുന്ന നല്ല കോട്ടന്റെ ഷോളാണ്. അത്യാവശ്യം നല്ല നീളം വീതിയൊക്കെ ഷോളിനുണ്ട് കേട്ടോ. ഷോളിലും ഇങ്ങനെ നമ്മൾ ടോപ്പായിട്ടൊന്നും യാതൊരു ബന്ധമില്ലാത്ത പ്രിന്റുകളാണ് ഷോളും പാന്റിനും ഒക്കെ. എന്നാലും ഇത് ഇങ്ങനെ ഡ്രസ് ചെയ്ത് പോകുമ്പോൾ സെറ്റ് ആയി പോകുന്നുണ്ട്. ഇതാ ഇങ്ങനെയാണ് ഷോള് അത്യാവശ്യം നല്ല നീളം വീതിയുള്ള ഷോളാണ് കേട്ടോ. നല്ല ഷോളിന്റെ വർക്ക് നല്ല തല്ലിട്ടാൽ ഇങ്ങനെ നല്ല ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പ് ഷോളാണ് കേട്ടോ. അത്യാവശ്യം നല്ല നീളം വീതിയോ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഷോൾ വന്നിട്ട്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 694 രൂപയായിട്ടായിട്ടുള്ളത്. പിന്നെ അത് ഓർഡർ ചെയ്തത് ലാർജ് തന്നെയാണ്. പിന്നെ ഇതിൽ കാണിക്കുന്നത് ക്ലോത്ത് ഞാൻ പറഞ്ഞുതരാം. ഒരു പറയുന്ന ക്ലോത്ത് ഒരു മിനിറ്റ്, വിസ്കോസ് എന്ന് പറഞ്ഞൊരു ക്ലോത്താ. എനിക്ക് അതിനെ പറ്റൊന്നും അറിയില്ല കേട്ടോ. എനിക്ക് ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ തോന്നുമ്പോൾ ഒരു കോട്ടൺ ആവുന്നപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. വിസ്കോസ് ആണ് അതിൽ പറയുന്നത്. പക്ഷെ എനിക്കത് കോട്ടന്റെ വരെ തോന്നിയിട്ടുള്ളത്. ഇത് എന്ത് ക്ലോത്താണ് എങ്ങനെയാണെന്ന് എനിക്ക് അതിനെ പറ്റി വല്ലാതെ കൂടുതലായിട്ട് പറയണമെന്ന് എനിക്കറിയില്ല. കുഴപ്പമില്ല ക്ലോത്ത്. പക്ഷെ എനിക്ക് അതിൽ ഫോട്ടോയിൽ കണ്ട അത്ര ഭംഗി എനിക്ക് നേരിട്ട് കാണാൻ തോന്നിയിട്ടില്ല. ആ ഒരു പ്രശ്നം മാത്രമാണ്. പ്രിന്റും കാര്യങ്ങളൊക്കെ സെയിം ആണ്, പക്ഷെ എന്തോ എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇതിൽ വിസ്കോസ് ആണ് കാണിക്കണത്. അതിൽ കുർത്ത ഫാബ്രിക്കും ബോട്ടം ഫാബ്രിക്കും എല്ലാം വിസ്കോസ് ആണ് ഇതിൽ കാണിക്കണത് കേട്ടോ. വിസ്കോസ് ആയിരിക്കും, വിസ്കോസ് അങ്ങനെ തന്നെയല്ല പറയാ, അതും എനിക്കറിയില്ല. അങ്ങനെ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഒരു നല്ല കുറച്ച് ഭയങ്കര ഒരു ഉറപ്പുള്ള ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഇങ്ങനെ ഹാർഡ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ്. ഒരു വാഷ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് നമ്മള് ചില സാരികളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഫസ്റ്റ് വാഷ് കഴിഞ്ഞാൽ ഒന്നും സോഫ്റ്റ് ആയിട്ട് കുഴഞ്ഞു പോകണം, അങ്ങനത്തെ ക്ലോത്ത് തോന്നുന്നുണ്ട്. എനിക്ക് അറിയൂല കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ ക്ലോത്തിനെ കുറിച്ച് പറയാൻ അറിയില്ല എന്നപ്പോൾ ചോദിക്കുന്നുണ്ടാവും, ക്ലോത്തിനെ കുറിച്ച് പറയണമെന്ന് അറിയാതെയാണ് ഈ പണിക്ക് വന്നത്. പക്ഷെ സത്യം പറയാൻ എനിക്ക് പറയാൻ അറിയൂല. കാരണം ഞാൻ നോക്കല് മുന്നിന് അതിന്റെ വില, പിന്നെ ഇത് ഇട്ടിട്ട് ഭംഗിയുണ്ടോ എന്നുള്ളതാണ്. പിന്നെ അത്ര ഞാൻ നോക്കലുള്ളൂ. അതായത് ക്ലോത്തിനെ കുറിച്ചൊന്നും ഇപ്പൊ കോട്ടൺ ഡ്രൈയോണിനൊക്കെ ഇങ്ങനെ ഇതിക്ക് ഇങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ ക്ലോത്തുകളൊക്കെ ഉണ്ടല്ലോ എന്നല്ല എനിക്ക് അറിയാൻ തുടങ്ങിയത്. എനിക്കറിയില്ലേനു. ഞാൻ അതിനെ കാര്യമായിട്ട് വില നോക്കലാണ്. അതേപോലെ ഇട്ടിട്ട് ഭംഗിയുണ്ടോ, നമുക്ക് ഏത് ഡ്രസ്സും ഇട്ടാ ഒരു ഭംഗി ഉണ്ടാവണല്ലോ, അത് മാത്രമേ ഞാൻ നോക്കലുള്ളത്. അതിന് വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് അറിയൂല. അപ്പൊ നമ്മളെ മൂന്നാമത്തെ ഡ്രസ്സ് ഞാൻ കാണിച്ചുതരാം. മൂന്നാമത്തെ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒന്നാണ്. ഞാൻ കുറേ ഇൻസ്റ്റാഗ്രാം റീൽസിലും കാര്യത്തിലും ഒക്കെ റിവ്യൂ ചെയ്യുന്നവരൊക്കെ ചെയ്ത് കണ്ട ഒരു ഡ്രസ്സാണ് കേട്ടോ. ഒരു ബ്ലാക്ക് കളറിൽ വന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ്. കാണിച്ചു തരാം. എന്താ ബ്ലാക്കിൽ ഇങ്ങനെയൊരു പ്രിന്റാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള പ്രിന്റാണ് കാണാൻ. നെക്കിൽ ഇങ്ങനെ ചെറിയൊരു വർക്കും കാര്യങ്ങളും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട്.
നെക്ക് പീസിൽ ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ്. സ്ലീവില് ആ താഴ്ഭാഗത്ത് തന്നെ ബ്ലാക്ക് വർക്ക് കൊടുത്തിട്ട് ചെറിയൊരു ലേസ് വർക്കോ അങ്ങനെ ഒരു ചെറിയ സംഭവം കൊടുത്തിട്ടുണ്ട്. ഈ സെയിം സംഭവം തന്നെ ടോപ്പിന്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ടോപ്പ്. നല്ല ഭംഗിയുണ്ട്. ഇത് വലിയ ഫ്ലെയർ ഒന്നുമില്ല, ഒരു മീഡിയം, ഒരു ചെറിയൊരു ഫ്ലെയർ മാത്രമേ ഇതിനുള്ളൂ. അങ്ങനെ ഒരു എയർലൈൻ ടോപ്പ് പോലെയാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിന്റെ പാന്റ് വന്നിട്ട് പ്യുവർ ബ്ലാക്കിൽ വരുന്ന നല്ലൊരു പാന്റ്. നമുക്ക് വേറെ എന്തെങ്കിലും ഡ്രസ്സിന്റെ കൂടെ ഒക്കെ യൂസ് ചെയ്യട്ടോ. നല്ല പാന്റാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിന്റെ ഇത് വന്നിട്ടും എനിക്ക് തോന്നുന്നു കോട്ടൺ റയോൺ ആ ഒരു കാറ്റഗറി തന്നെയാണ്. സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. പിന്നെ ഇതിന്റെ ഷോള്, ഇതിന്റെ എല്ലാത്തിന്റെ ഷോളും സൂപ്പറാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഷോളുകളാണ് കേട്ടോ. ഷോളും ഈ ടോപ്പിൽ കാണുന്ന പോലത്തെ പ്രിന്റ് വന്നിട്ടുള്ള ഷോളാണിതാ. ഷോളിന്റെ പിന്നെ 4 സൈഡും ഇങ്ങനെ ഒരു പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണോ, നല്ല നല്ല ഭംഗിയുള്ള ഷോളാണ്. എന്താ നല്ല ഭംഗിയുണ്ട് ഷോള് കാണാൻ, എനിക്കിഷ്ടമായി, നല്ല രസമുണ്ട്. ഇതാണ് ഷോള് വന്നിട്ട് വരുന്നത്. പിന്നെ ഇതിന്റെ റേറ്റ് വന്നിട്ട് 575 രൂപയാണ് എനിക്ക് ആയിട്ടുള്ളത് കേട്ടോ. ഞാൻ ഓൺലൈൻ പേയ്മെന്റ് ചെയ്തപ്പോൾ എനിക്ക് 25 രൂപ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ 575 ആയത്. അല്ലാതെ എന്റെ റേറ്റ് 600 രൂപയാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിന് മെറ്റീരിയൽ വന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ റയോൺ ആണ്. കോട്ടൺ റയോൺ ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ കുറച്ചൊക്കെ അറിയാം. അപ്പൊ റയോൺ ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ ഓർഡർ ചെയ്തത് ലാർജ് ആണ്. ഇത് XXL വരെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോ അത്യാവശ്യം സൈസുള്ളവർക്കും സാധനം കിട്ടും. എനിക്കിഷ്ടമായി, നല്ല ഭംഗിയുള്ള സാധനമാണ്. നമുക്ക് നല്ല അദ്ദേഹം പറഞ്ഞല്ലോ, ഓഫീസ് കാഷ്വൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. ഓഫീസ് വെയർ ഒക്കെ നല്ല ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ചൂടകത്തൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇതിന്റെ ഈ ഫോട്ടോ ഇതിന്റെ ഷോളിന്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ ഒരു ടാസിൽസൊക്കെ തൂങ്ങി കിടക്കുന്നത് കാണുന്നുണ്ട്. പക്ഷെ ഇതില് പ്ലെയിൻ, അതിൽ അങ്ങനത്തെ ഒന്നും ഇടോ. അങ്ങനെ ഇതാ ഞാൻ കാണിച്ചത്, നിങ്ങൾക്ക് കാണണമെന്ന് എനിക്കറിയില്ല. അതിന്റെ താഴ്ഭാഗത്ത് കണ്ടോ ചെറിയ ടാസിൽസും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇതില് അതൊന്നും ഇത് പ്ലെയിൻ ആണ് കേട്ടോ. 500 സംതിങ് അല്ലേ ഉള്ളൂ. അപ്പൊ അതിനൊക്കെ ഇതൊക്കെ തന്നെ ധാരാളമാണ്. പിന്നെ ഇപ്പൊ 4ാമത്തെ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം. ഈ 4ാമത്തെ ഡ്രസ്സ് വന്നിട്ടും ഞാൻ കുറെ ആൾക്കാരുടെ അടുത്ത് കണ്ടുകയാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേര് റീൽ ചെയ്യണതും ഒക്കെ ഇങ്ങനെ പലവരുടെ ഹോൾ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടുകയാണ്. അപ്പൊ അത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടത്തോടു കൂടി വാങ്ങി ഒന്നാണ്. പക്ഷെ അതിൽ ഓരോന്ന് ചെയ്ത് ഓർക്ക് കിട്ടിയതൊക്കെ നല്ലതായിരിക്കും. പക്ഷെ എനിക്ക് കിട്ടിയത് അത്രത്തോളം ഭംഗി എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം അവരൊക്കെ ചെയ്യുമ്പോൾ നല്ല രസമുണ്ട്. ഞാൻ വാങ്ങിയത് കൊളായതാണോ എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ അത്രക്ക് ഭംഗി എനിക്കിതില്ല കേട്ടോ. കണ്ടിട്ട് കാണാൻ തോന്നുന്നില്ല. പിന്നെ ഇതും ഒരു കോട്ടൺ, നമ്മള് ആ നീല ആലിയക്കട്ട് ചെയ്തില്ലേ, 2ാമത് ചെയ്തില്ലേ, അതിന്റെ ക്ലോത്ത് ആണ്. വിസ്കോസ് എന്ന് പറഞ്ഞ ക്ലോത്ത് ആണ് തോന്നുന്നുണ്ട് എനിക്കിത് കണ്ടിട്ട്. കാരണം അതും ഇതും പിടിച്ചു വെക്കുമ്പോൾ സെയിം ക്ലോത്ത് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഇത് ഒരു നേവി ബ്ലൂവില് ഒരു യെല്ലോ പ്രിന്റ് വരുന്ന ഒരു ഡ്രസ്സാണ്. ഇത് നെക്ക് കാണാൻ ഭംഗിയുണ്ട് കേട്ടോ. നെക്കിൽ ഇങ്ങനെ ഒരു വേറെ വൈറ്റിലാണ് വർക്ക് വന്നിട്ടുള്ളത്. പിന്നെ ചെറിയൊരു അങ്ങനെ ഒരു സിൽവർ ഒരു കസേര സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ലീവും നെക്കിലും ഒരേ പ്രിന്റ് ആണ്. സ്ലീവ് 3/4 സ്ലീവ് ആണ് വന്നിട്ടുള്ളത് സ്ലീവ്. പിന്നെ സ്ലീവിന്റെ അടിയിലും ഇങ്ങനെ ചെറിയ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ കാണാൻ. പക്ഷെ എനിക്ക് എങ്ങനെ എന്താ അറിയില്ല, അതില് ഫോട്ടോയിൽ കണ്ടപ്പോ കുറച്ചുകൂടി നല്ല വൃത്തി തോന്നിന്. പക്ഷെ ആ ഒരു വൃത്തി നേരിട്ട് കാണാനില്ല കേട്ടോ. ഇതാണ് ആ ടോപ്പ് വന്നിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കുന്ന ഒരു ടോപ്പാണ്. പിന്നെ പാന്റ് വന്നിട്ട് നമ്മൾ നെക്കിൽ കണ്ട വർക്കില്ലേ, അതിന്റെ ഒരു ചെറിയ ആ വർക്ക് ഒന്ന് ചുരുക്കി ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അതാണ് പാന്റിൽ പ്രിന്റ് വന്നിട്ടുള്ളത് കേട്ടോ. പാന്റും ഒരു മിനി പലാസോ ആണ്. ഞാൻ കാണിച്ചു തരാം. ശരിക്കും എന്താ ഇങ്ങനെയാണ് പാന്റ് വരുന്നത് കേട്ടോ. പിന്നെ ഇതിന്റെ ഷോൾ വന്നിട്ട് ഷോളും എല്ലാത്തിനും സൂപ്പറാണ്. ഞാൻ പിന്നെയും പറയണം, ഷോൾ എല്ലാത്തിനും നല്ല അടിപൊളി ഷോളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. കാരണം നല്ല ഒതുക്കുള്ള ഷോളാണ്. ഇത് മറിഞ്ഞു പോയോ, സോറി. ഇങ്ങനെ തന്നെ ഷോൾ വരുന്നത് കേട്ടോ. കാരണം നല്ല ഭംഗിയുണ്ട്. ഒരു യെല്ലോയില് ആ പ്രിന്റ് തന്നെ, ആ സെയിം പ്രിന്റ് തന്നെ വരുന്നത്. മറ്റേ ടോപ്പിന്റെ ചെസ്റ്റിൽ വരുന്ന പ്രിന്റും ഒക്കെ അല്ലേ, ആ പ്രിന്റിനാണ് ഇവിടെ ഷോളിന്റെ താഴ്ഭാഗത്തൊക്കെ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ഇത് ഞാൻ ഓർഡർ ചെയ്തത് ലാർജ് തന്നെയാണ്. ഞാൻ ലാർജ് തന്നെയാണ് ഫ്രഷ് ഓർഡർ ചെയ്തത്. എനിക്ക് ലാർജിനാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത് കേട്ടോ. ഇതിന്റെ റേറ്റ് വന്നിട്ട് 627 രൂപയാണ്. അതിനിത് കുഴപ്പമൊന്നുമില്ല. ആ റേറ്റിനൊക്കെ അങ്ങനെ ഡ്രസ്സ് കിട്ടുമ്പോൾ സൂപ്പറാണ്. പിന്നെ ഇതിൽ ഫാബ്രിക് വന്നിട്ട് റയോണ കൊടുത്തിട്ടുള്ളൂ. എനിക്ക് എന്നാ മാറിപ്പോയിരിക്കാരം റയോണാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് XXL വരെ സൈസ് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ
നമ്മുടെ അടുത്ത ഡ്രസ്സ് വന്നിട്ട് ഞാൻ ഒരുപാട് റീൽസിലും ഒക്കെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടമായി വാങ്ങിയൊരു ഡ്രസ്സ് തന്നെയാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു പ്രിന്റ്, ബ്ലാക്കിൽ നല്ല ഭംഗിയുള്ള പ്രിന്റ് വരുന്ന ഒരു ഡ്രസ്സാണിത്. ഇതാണ് കേട്ടോ അത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് നെക്കിലെ വർക്കാണല്ലോ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. നെക്കിൽ തന്നെ കുറച്ച് സീക്വൻസ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അതുകൊണ്ട് തന്നെ കാണാൻ. ഒരു വീനെക്ക് പോലെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ്. സ്ലീവിന്റെ എൻ്റെ ഇങ്ങനെ ഒരു പ്രിന്റാണ് വരുന്നത് കേട്ടോ. പിന്നെ ഇങ്ങനെ ചെറിയൊരു വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ക്ലോത്ത് വന്നിട്ട് കോട്ടൺ ആണ്. അത് ഓർഡർ ചെയ്ത സൈസ് ലാർജ് ആണ്. പിന്നെ ഇതിന്റെ റേറ്റ് വന്നിട്ട് 666 രൂപയാണ്. പിന്നെ ഇങ്ങനെയാണ് ഈ ടോപ്പ് വരുന്നത്. അതിന്റെ ടോപ്പിന്റെ എൻഡിലും ഇങ്ങനെ നമ്മൾ സ്ലീവിൽ കണ്ടില്ലേ ഒരു പ്രിന്റ്, ആ പ്രിന്റ് ആണ് വരുന്നത്. പിന്നെ രണ്ട് സൈഡും ഇങ്ങനെ കുറച്ചൊരു സിൽവർ കളർ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ കേട്ടോ. അത്യാവശ്യം നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഇതിങ്ങനെ എനിക്ക് ഓരോരോ ഇങ്ങനെ കട്ട് പീസ് വെച്ച് അടിച്ച പോലെയാണ് ഇത് വരുന്നത്. ഒന്നിച്ചായിട്ട് അംബ്രല കട്ടായിട്ട് വരുന്നില്ല. അങ്ങനെ ഓരോ പീസ് വെച്ച് അടിച്ചിട്ടുണ്ടാവില്ലേ, ഇങ്ങനെ എനിക്ക് പറഞ്ഞില്ലാന്ന് അറിയുന്നില്ല. അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് ഒന്നിച്ചൊരു പ്രിന്റ് ആയിട്ട് തോന്നും, പക്ഷെ അങ്ങനെയല്ല. ഓരോ പീസ് വെച്ച് ഇങ്ങനെ അടിച്ചിട്ടാണ് ഇതിന്റെ സ്റ്റിച്ചിങ് സ്റ്റൈൽ വരുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ ടോപ്പ്. പാന്റ് വന്നിട്ട് പാന്റ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ വൈറ്റിൽ ബ്ലാക്ക് ഫ്ലവേഴ്സ് ആയിട്ട് വരുന്ന, പിന്നെ കുറച്ച് പോൾക്കാ ഡോട്ട്സും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വരുന്ന ഒരു പാന്റാണ്. പാന്റ് എനിക്ക് പൊതുവെ ഇങ്ങനത്തെ പാന്റ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ബാക്കിൽ എലാസ്റ്റിക് ആയിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ നമുക്ക് ടൈ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സൽവാറൊക്കെ അടിക്കുമ്പോൾ ഈ രീതിയിലാണ് പാന്റ് അടിക്കൽ കേട്ടോ. അപ്പോൾ ഇതാണ് പാന്റ് വന്നിട്ട്. പാന്റ് ഒരു മിനി പലാസോ പെൻസിൽ പാന്റ് ആ ഒരു കാറ്റഗറി പെട്ട ഒരു പാന്റാണ്. നല്ല നല്ല അടിപൊളി ക്ലോത്ത്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്താണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനും. ഒന്നും പറയാനില്ല, നല്ല ഭംഗിയുണ്ട്, ഉഷാറായിട്ടുണ്ട്. ഇതിന്റെ ഷോളില് ആ പാന്റിൽ കണ്ട് നമ്മൾ പാന്റില് വൈറ്റിൽ ബ്ലാക്ക് ഫ്ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഷോളില് നേരെ തിരിച്ചാണ് കേട്ടോ. ബ്ലാക്കിൽ വൈറ്റ് ഫ്ലവേഴ്സ് ആണ്. നല്ല ഭംഗിയുണ്ട് ഷോള് കാണാന്. ഷോൾ അത്യാവശ്യം നല്ല വീതിയുണ്ട്, പക്ഷെ ലെങ്ത് എനിക്ക് തോന്നുന്നു കുറച്ച് കുറവുണ്ട്, നീളം കുറച്ച് കുറവുണ്ട്. മറ്റേ ഇപ്പം നമ്മൾ വാങ്ങിയ സലവാറിനൊക്കെ അപേക്ഷിച്ച് കുറച്ച് ലെങ്ത് കുറവാണ് ഇതിന്, ഷോളിന് കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഭംഗിയുണ്ട് കാണാൻ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷോൾ തന്നെയാണ്. ഇതൊക്കെ വാഷ് ചെയ്താലേ അറിയുള്ളൂ. വാഷ് ചെയ്താൽ എനിക്ക് തോന്നുന്നു ഒന്നങ്ങോട്ട് ചുരുങ്ങുന്നുണ്ടാവും ഇതൊക്കെ. എന്നാലും നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ കേട്ടോ. ഇതാണ് നമ്മുടെ അടുത്ത ഡ്രസ്സ്. എനിക്ക് ലാസ്റ്റ് ഡ്രസ്സ് ഏതാ നോക്കാം. എന്റെ ഇപ്രാവശ്യത്തെ ഹോളില് കുറച്ച് വില കൂടുതൽ, ഇപ്രാവശ്യം ഞാൻ വാങ്ങിയ ഈ അനാർക്കലി സെറ്റില് കുറച്ച് വില കൂടിയിട്ടുള്ളത് ഇതിനാണ് കേട്ടോ. ഈ ലാസ്റ്റ് വാങ്ങിയ ഇതിനാണ്. ഇതിന് 781 രൂപയാണ് ഇതിന് ഇപ്പോഴത്തെ റേറ്റ്. മീഷോയിൽ റേറ്റ് മാറി മാറി വരും കേട്ടോ. പിന്നെ പലരും എന്നോട് പറയലുണ്ട് ഞാൻ പറഞ്ഞ റേറ്റ് ആവില്ല ചിലപ്പോ, നോക്കുമ്പോ ചിലപ്പോ കൂട്ടിയിട്ടുണ്ടാവും, ചിലപ്പോ കുറഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ പറയലുണ്ട്. അപ്പൊ അത് മീഷോയുടെ റേറ്റ് എപ്പോഴും ഒരു സ്ഥിരമായിട്ടുള്ളതല്ല, അത് മാറി മാറി വരും. അപ്പോൾ ഇപ്പൊ ഇതിന്റെ റേറ്റ് 781 രൂപയാണ്. നമ്മൾ ഇതുവരെ വാങ്ങിയതെല്ലാം ഒരു 600 രൂപേന്റെ ഉള്ളിലുള്ള സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇതാണ് കുറച്ച് വില കൂടിയത്. നമുക്ക് നോക്കാതെ എങ്ങനെയുണ്ടെന്ന്. ഇത് ഞാൻ പറഞ്ഞല്ലോ അനാർക്കലി സെറ്റാണ് ഇപ്രാവശ്യം ചെയ്യേണ്ടത്. അപ്പൊ ഒരു അനാർക്കലി അങ്ങനെ ഓപ്പൺ ഇല്ലാത്ത സൽവാർ സെറ്റ് ആണെന്ന് കരുതിയിട്ട് വാങ്ങിയതാണ്. അതിൽ ഫോട്ടോയിൽ കാണുമ്പോഴും അതേപോലെ തന്നെയാണ്, പക്ഷെ ഇതിന് ഓപ്പൺ ഉണ്ട് കേട്ടോ. നമ്മൾ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഇത് ഓപ്പൺ ഇല്ല തോന്നും, പക്ഷെ ഇതിന് സൈഡ് ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട് ഇത് കാണാന്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. നല്ലൊരു ഒതുക്കുള്ള ചുരിദാറാണ്. സ്ലീവിൽ ഇങ്ങനെ ഒരു ടൈ വന്നിട്ടുണ്ട്. സ്ലീവിൽ ഇങ്ങനെ 3/4 സ്ലീവ് ആണ്. സ്ലീവിൽ ഇങ്ങനെ എൻഡിൽ ടൈ വന്നിട്ടുണ്ട്. ഇങ്ങനെ ചെറിയൊരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചെറിയൊരു മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട്. മിറർ എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്വീക്വൻസ് വർക്കാണ് കേട്ടോ ഇതിന് കൊടുത്തിട്ടുള്ള സ്ലീവില്. അത് നല്ല ഭംഗിയുണ്ട് കാണാന്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഈ ഫ്രണ്ടിൽ ഈ പോർഷനിൽ കുറച്ചിങ്ങനെ പ്ലീറ്റ്സ് ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട്. നമുക്ക് കുറച്ച് തടി കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട് എനിക്ക് ഇതിട്ടിട്ട്. കാരണം അങ്ങനെ ഫ്രണ്ടിൽ കുറച്ച് പ്ലീറ്റ്സ് ഒക്കെ ആകുമ്പോൾ ഒരു ഒതുക്കുള്ള നമ്മുടെ വയറൊക്കെ കുറച്ച് കവർ ചെയ്ത് നിൽക്കുന്ന പോലെയാണ്. പിന്നെ നെക്ക് വന്നിട്ട് വീനെക്കാണ്. നെക്കിലും നമ്മൾ കയ്യിൽ കണ്ട ഒരു വർക്കാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഇത് നമുക്ക് വേണമെങ്കിൽ ടൈറ്റ് ഒക്കെ ലൂസും ഒക്കെ ചെയ്യാൻ വരെ രണ്ട് സൈഡിലും ടൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഞാനിത് ഓപ്പൺ ഇല്ലാത്ത ചുരിദാറാവുന്ന കരുതി വാങ്ങിയതാണ്, പക്ഷെ എനിക്കിത് ഇഷ്ടമായിട്ടോ. നല്ല രസം, നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റാണ്. വൈറ്റിൽ ഇങ്ങനത്തെ പ്രിന്റ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഞാൻ ഇതെല്ലാം ഇട്ടിട്ടുള്ള ഫോട്ടോസ് വീഡിയോസ് ഒക്കെ സൈഡിൽ കൊടുക്കാം കേട്ടോ. ഇതാണ് ചുരിദാർ. ഇതിന്റെ ബാക്കിൽ ഇങ്ങനെയാട്ടോ വർക്ക്. ബാക്കിൽ ഇതിന്റെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഉണ്ടോ? എനിക്ക് ഇത് കാണുമ്പോൾ പണ്ടത്തെ നമ്മുടെ ഇങ്ങനെ വല്യമ്മമാരെ കിട്ടുന്ന സാരി ഉണ്ടാവില്ലേ, നല്ല ഭംഗിയുള്ള അവരധികം വൈറ്റിൽ ഇങ്ങനെ കുഞ്ഞു പ്രിന്റുള്ള വൈറ്റ് സാരികളെല്ലാം ഇടുക.
അപ്പൊ എനിക്ക് ഇത് കണ്ടിട്ട് എനിക്ക് അതാ തോന്നുന്നു കേട്ടോ. അങ്ങനെ ഒരു സംഭവം അങ്ങനെ എനിക്ക് ഇത് കണ്ടപ്പോൾ ഫസ്റ്റ് തോന്നിയത്. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. പിന്നെ ഇതിന്റെ പാന്റ് വന്നിട്ട് അതിന്റെ ടോപ്പിന്റെ ബാക്കിലുള്ള പ്രിന്റില്ലേ, അതാണ് പാന്റിന് വന്നിട്ടുള്ളത്. പാന്റ് ഒരു നമ്മള് പലാസോ അല്ല, ഒരു പാട്ടിയാല ടൈപ്പ് ഉണ്ടാവില്ല, അങ്ങനത്തെ പാന്റാണ് തോന്നുന്നുണ്ട്. ഇതാ ഇങ്ങനെ കണ്ടോ, ഇതിങ്ങനെയാണ് വരുന്നത്. ഇവിടെ കുറച്ച് ഒരു ഞെറിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അതിന് താഴ്ഭാഗത്ത് മറ്റേ നമ്മുടെ സ്ലീവില് കണ്ട വർക്ക് കൊടുത്തിട്ടുള്ള പാന്റാണ്. പാന്റും കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിന്റെ ഷോളും അടിപൊളിയാണ്. ഇത് നല്ല നല്ല നീളം കേട്ടോ, നീളം വീതിയൊക്കെ ഉള്ള ഷോളാണ് കാണിച്ചത്. ഇതാണ് ഷോളില് നമ്മള് ടോപ്പിൽ കണ്ട വർക്കാണ് ഷോളിന്റെ മെയിൻ പോർഷനിൽ വരുന്നത്. രണ്ട് സൈഡിലും നമ്മൾ പാന്റിലെയും ടോപ്പിന്റെ ബാക്ക് സൈഡിലും വന്ന വർക്കാണ്, വർക്കല്ല സോറി, പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ. ഇതാണ് ഷോള് നല്ല നല്ല വലുപ്പമുള്ള ഷോൾ തന്നെയാണ് കേട്ടോ. നീളം വീതിയൊക്കെ ഉള്ള ഷോൾ തന്നെയാണ്, അത്യാവശ്യം അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ മീഷോയിലുള്ള കളക്ഷൻസ് കേട്ടോ. ഇത്രേ ഉള്ളൂ ഞാൻ വാങ്ങിയിട്ടുള്ളത്, കഴിഞ്ഞു, ഇതോടുകൂടി കഴിഞ്ഞിട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇപ്പൊ ഈ ഡ്രസ്സുകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അതിലേക്ക് അസ്സലാമു അലൈക്കും, ടാറ്റാ.